പ്രോഗ്രാം ദിവസം ശ്രീകുമാർ വന്നപ്പോൾ മോശമല്ലാത്ത ആൾക്കൂട്ടമുണ്ട് ഗാനമേള കേൾക്കാൻ. എന്നാൽ എനിക്ക് 1,00,000 കൂടി വേണം എന്നായി ഗായകൻ. 5 ഞാൻ പാടില്ല, എനിക്ക് 6 കിട്ടണം. അങ്ങനെ പറയാമോ? നിങ്ങൾ ആലോചിച്ചു. നമസ്കാരം. ഞാൻ കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ശാന്തിവിള ദിനേശാണ് സംസാരിച്ചിരിക്കുന്നത്. ശാന്തിവിള ദിനേശ് നമുക്കറിയാം ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഈ സിനിമാ താരങ്ങളുടെ ഒക്കെ പല കാര്യങ്ങളും പുള്ളിക്ക് അറിയാം. രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഉള്ള കാര്യങ്ങൾ കൂടുതലും അറിയാവുന്ന ആളാണ്. അത് ഒരുപാട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് പഴിയും കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും സത്യവുമാണ്. ഈ ശാന്തിവിള ദിനേശ് ഇപ്പം പ്രമുഖ ഒരു ഗായകനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അതും അച്ഛന്മാരെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്രിസ്തുമസിന് ഒരു പരിപാടിയിൽ ഗാനമേള നടത്താമെന്ന് പറഞ്ഞ് പൈസ ചോദിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ എന്തുകൊണ്ട് ഗാനമേള നടന്നില്ല എന്നുള്ളതും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ പറഞ്ഞ കലാകാരനെ കുറിച്ച്, കലാകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. MG ശ്രീകുമാർ. നമുക്കറിയാം നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പാട്ടിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. എന്നുവെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ശരിക്കും MG ശ്രീകുമാറിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് കൂടുതലും MG ശ്രീകുമാർ രക്ഷപ്പെട്ടത്. മോഹൻലാലിന്റെ സൗണ്ടുമായിട്ട് ഈ പറഞ്ഞ MG ശ്രീകുമാറിന്റെ സൗണ്ട് യോജിക്കും. അത് പാട്ടിലാണെങ്കിലും നമുക്കപ്പോൾ മോഹൻലാൽ തന്നെ പാടുന്നതാണെന്നൊക്കെ നമുക്ക് ചില സമയത്ത് തോന്നും. അതുകൊണ്ടാണ് കൂടുതലും MG ശ്രീകുമാർ രക്ഷപ്പെട്ടതും മോഹൻലാലിനെ കൊണ്ടാണ്. ഈ MG ശ്രീകുമാറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഈ ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. വലിയൊരു ഹൈപ്പിലൊക്കെ വന്നു കഴിയുമ്പം അല്ലെങ്കിൽ 10 ആൾക്കാർ അറിയുക കൂടെ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സെലിബ്രിറ്റി ഫീൽഡിൽ അങ്ങനെയൊക്കെയാണ്. അവർക്ക് പിന്നെ വന്ന വഴിയോ പോയ വഴിയോ ഒന്നും അവർക്ക് വിഷയമല്ല. ഞാൻ പണ്ട് എങ്ങനെ ആയിരുന്നു എന്നൊന്നും അവർക്ക് വിഷയമല്ല. അവർ ആ സാഹചര്യത്തിനനുസരിച്ച് അങ്ങ് മാറും. ചിലരാണെങ്കിൽ പണ്ട് പോലെയുള്ള കൂട്ടുകാരെ പോലും കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ MG ശ്രീകുമാർ പറ്റിച്ച ഒരു കഥ പറയുന്നുണ്ട്. MG ശ്രീകുമാർ പാടാൻ പോകുമ്പോൾ വലിയൊരു തുക പറഞ്ഞിട്ടാണ് പാടാൻ തന്നെ പോകുന്നത്. അവർ പറയുന്നതാണല്ലോ അവരുടെ തുക. എന്താ വെച്ചാൽ അതുപോലെ പാടുന്ന ആളാണല്ലോ. അപ്പൊ ആ പൈസ കൊടുത്ത് ആൾക്കാർ പാടിക്കും. അത് അങ്ങനെയാണ്. ഇപ്പൊ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഒരു സിനിമ എടുക്കണമെങ്കിൽ അവർ പറയുന്നതാണ് തുക. ആ തുക കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫുള്ള് ചെലവും നോക്കേണ്ടി വരും. നമ്മൾ ഈ നയൻതാരയുടെ ഒക്കെ കഥ കേട്ടിട്ടുണ്ട്. നയൻതാരയൊക്കെ ഒരു സെറ്റിൽ പോകുമ്പോൾ നയൻതാരയുടെ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഇവർക്കെല്ലാം ഈ നയൻതാര പറയുന്ന റേറ്റ് കൊടുക്കണം എന്നാണ് ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും വാരി കൂട്ടിയിട്ട് ജീവിതത്തിന്റെ അവസാന റീൽ ഓടുമ്പോഴെങ്കിലും ഞാൻ എന്തിനാണ് ഇത്ര ആർത്തി കാശിനോട് കാണിച്ചത് എന്ന് അദ്ദേഹം ചിന്തിക്കുമോ എന്ന് എനിക്കറിയില്ല. ചിന്തിക്കാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഇനി അടുത്ത് എങ്ങനെ കാശുണ്ടാക്കാം എന്നായിരിക്കും ആലോചിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ ഓർപ്പിച്ചത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം. വലിയ ഗായകനായി മാറിയ ഗായകനാണ് MG ശ്രീകുമാർ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കൊച്ചു പ്രായത്തിൽ തന്നെ ബാങ്കിൽ ജോലിയൊക്കെ കിട്ടിപ്പോയ ആളല്ലേ MG ശ്രീകുമാർ. പക്ഷെ മോഹൻലാൽ എന്നൊരു സൂപ്പർ താരം ഉണ്ടാവുകയും അദ്ദേഹത്തെ വെച്ച് നിരന്തരമായി സൂപ്പർ ഹിറ്റ് സിനിമകൾ പ്രിയദർശൻ എന്നൊരു ഫിലിം മേക്കർ ജന്മമെടുക്കുകയും ചെയ്തതിനാലാണ് ഈ ഗായകൻ ശ്രദ്ധേയനായത് എന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിരിക്കുന്നത് തന്നെ മോഹൻലാലിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് MG ശ്രീകുമാർ പാടിയിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് പാടിയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് മോഹൻലാലിന് വേണ്ടി തന്നെയാണ്. പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ തന്നെയാണ് ഈ MG ശ്രീകുമാറിന്റെ ഭാഗ്യവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MG ശ്രീകുമാറിന്റെ സൗണ്ടും മോഹൻലാലിന്റെ സൗണ്ടും സെയിം ആയിട്ട് യോജിച്ചു പോകുന്നത് കൊണ്ട്. ഇതുപോലെ ശാന്തിവിള ദിനേശ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ജീവിതത്തിന്റെ അവസാന സമയം ആണ് എങ്കിൽ പോലും ഈ പൈസയോടുള്ള, കാശിനോടുള്ള ആർത്തി ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാശിനോടൊക്കെ നല്ല ആർത്തിയുള്ള പുള്ളിയാണെന്നാണ് ഇവിടെ MG ശ്രീകുമാറിനെ കുറിച്ച് ശാന്തിവിള ദിനേശ് പറയുന്നത്. അതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് മറ്റൊരു കാര്യം പറയുന്നത്. 2 തലമുറയ്ക്കല്ല, അതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായി അദ്ദേഹം ഉണ്ടാക്കി. കാരണം എന്തെല്ലാം ചെയ്യുന്നു. വിദേശത്ത് മിക്കവാറും ദിവസങ്ങളിൽ വിദേശത്ത് ഗാനമേള, ചാനലിലെല്ലാം മാർക്കറ്റിൽ എല്ലാം വലിയ തുക വാങ്ങിയിട്ടാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ MG ശ്രീകുമാർ നല്ല കാശൊക്കെ വാങ്ങിക്കുന്നുണ്ട്, അതെല്ലാം ഓക്കെ. പക്ഷെ കാശിനോട് ഭയങ്കര ആർത്തിയാണ് എന്നാണ് പറയുന്നത്. ചിലരങ്ങനെയാണ്. നമുക്ക് എത്ര കിട്ടിയാലും തികയത്തില്ലല്ലോ. അത് എത്ര പൈസ ആണെങ്കിലും. ചിലരുണ്ട് ഇത്രയും പൈസ ഒക്കെ കുന്നുകൂട്ടി ഇങ്ങനെ വെക്കും. എല്ലാം കൂടി അവസാനം ആശുപത്രി കൊടുക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് പലർക്കും. ഒരു വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കത്തില്ല. അല്ലെങ്കിൽ 1 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ 1 രൂപയ്ക്ക് വേണ്ടി ചത്ത് വീണ് കിടക്കും. എത്ര ഉണ്ട് എന്നുള്ളതല്ല, കാശൊക്കെ ഒരുപാടുള്ള ആൾക്കാരായിരിക്കും. ഇഷ്ടം പോലെ പൈസ ഇട്ടുമൂടാനുള്ള കാശുണ്ടായിരിക്കും. പക്ഷെ അവർ 1 രൂപ വിട്ട് കളിക്കത്തില്ല. ഓക്കെ, കിട്ടുന്നത് എവിടുന്നാണോ അതിങ്ങനെ വാങ്ങിച്ചെടുക്കാനേ നോക്കത്തുള്ളൂ. അതങ്ങനെ പലരുടെയും സ്വഭാവമാണത്. പലരുണ്ട്. അതിപ്പോ MG ശ്രീകുമാർ മാത്രമല്ല കേട്ടോ, പലരും ഈ കാശ് ഉള്ളവർക്കാണ് ഈ കാശിനോടുള്ള ആർത്തി കൂടുന്നത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട്. എന്ന് വെച്ചാൽ അവർ ഈ ചെലവാക്കാൻ പഠിക്കത്തില്ല. അവർക്ക് ഇങ്ങോട്ടുള്ള നേട്ടങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ഇങ്ങോട്ട് എത്ര കിട്ടും, നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് എത്ര കിട്ടും എന്നുള്ളൊരു സ്വഭാവമുള്ള ആൾക്കാരാണ്. കാശ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പൊ പക്ഷെ നമ്മൾ ആ പൈസ വാങ്ങിക്കുന്നതിന് അതിനകത്തൊരു ലോജിക്ക് ഉണ്ടാവണം. അതിനിടയിൽ ആർത്തിമൂത്ത് ചില്ലറ നെറുകേടിന്റെ പണികൾ കൂടി ചെയ്യാമോ എന്നാണ് എനിക്ക് MG ശ്രീകുമാറിനോട് ചോദിക്കാനുള്ളത്. ഇക്കഴിഞ്ഞ ക്രിസ്മസിന് തിരുവനന്തപുരം LMS കോമ്പൗണ്ടിൽ ക്രിസ്മസ് ആഘോഷം വെച്ചു അച്ഛന്മാരെല്ലാം കൂടി. അതിനായി അവർ ചെറിയ തുകയ്ക്കുള്ള ടിക്കറ്റ് അടിച്ച് അവരുടെ സന്ദർശകരായ, അവരുടെ വിശ്വാസികളായ ആൾക്കാർക്ക് ഫണ്ട് സ്വരൂപിക്കാനായി ഈ കൂപ്പണുകൾ കൊടുത്തു. ടിക്കറ്റ് നമ്മുടെ മിക്ക പള്ളികളിലും ഒക്കെ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ അവര് എന്തെങ്കിലും ഒരു പരിപാടി നടത്തും, അതിന്റെ ടിക്കറ്റ് വിൽക്കും. ആ ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ അവർ ഈ ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ അനാഥാലയങ്ങൾ നടത്തുന്ന പള്ളികളുണ്ട്. അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്.
അപ്പം അവരെന്ത് ചെയ്ത് നോക്കുക, എം ജി ശ്രീകുമാറിനെ പോലെ ഒരു വലിയൊരു ഗായകൻ, ആ ഗായകൻ വന്ന് ഒരു പരിപാടി നടത്തുമ്പോൾ ഒരുപാട് ടിക്കറ്റുകൾ വിറ്റുപോകും. അങ്ങനെ വിറ്റ് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് ഒരു ലാഭം സ്വരൂപിക്കാം. ആ സ്വരൂപിക്കുന്ന ലാഭം വെച്ചിട്ട് പല പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവർ എം ജി ശ്രീകുമാറിനെ വിളിക്കുന്നത്. എം ജി ശ്രീകുമാർ പക്ഷേ ഈ പറയുന്നത് നിങ്ങൾക്കറിയാം, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, എം ജി ശ്രീകുമാർ കാണിച്ചത് വലിയൊരു നെറുകേടാണ് എന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ, നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നെറുകേടിന്റെ അങ്ങേയറ്റം എന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. 5 ദിവസം എന്താണ് പ്രോഗ്രാം നടത്തിയത്, 5ഓ 7ഓ ദിവസമാണ്. ഒരു ദിവസം എം ജി ശ്രീകുമാറിന്റെ ഗാനമേളയായിരുന്നു. അപ്പോൾ ഗാനമേളയിൽ ഞാൻ പാടണമെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ തരണമെന്ന് ഇദ്ദേഹം പറയുകയും ഒരു തർക്കവും ഇല്ലാതെ അവർ 5 ലക്ഷം രൂപ പ്രതിഫലം തരാമെന്ന് ഏൽക്കുകയും 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു. 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒന്ന് പാടണമെങ്കിൽ 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു. എന്നുവെച്ചാൽ മാന്യമായിട്ട് അവർ പറഞ്ഞു, ശരി ഓക്കെ നിങ്ങളൊന്ന് പാടിക്കോ, ഞങ്ങളാണെങ്കിൽ 1 ലക്ഷം രൂപ അഡ്വാൻസ് തരാം, ബാക്കി 4 ലക്ഷം രൂപ ഗാനമേള കഴിയുമ്പോൾ കൊടുക്കാം എന്നായിരിക്കും പറഞ്ഞ, അല്ലെങ്കിൽ അവിടെ വന്നു കഴിയുമ്പോൾ തരാം എന്നായിരിക്കാം. എങ്ങനെയാണെങ്കിലും അവിടെ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അവിടെ കാണിച്ച ഒരു നെറുകേടുണ്ടല്ലോ, ഒരു ഒന്നൊന്നര നെറുകേടായിപ്പോയി. പാവം പിടിച്ച അച്ഛന്മാരായതുകൊണ്ടാണ് അത് സഹിച്ചത്. പ്രോഗ്രാം ദിവസം ശ്രീകുമാർ വന്നപ്പോൾ മോശമല്ലാത്ത ആൾക്കൂട്ടമുണ്ട് ഗാനമേള കേൾക്കാൻ. എന്നാൽ എനിക്ക് 1 ലക്ഷം കൂടി വേണം എന്നായി ഗായകൻ. 5 ഞാൻ പാടില്ല, എനിക്ക് 6 കിട്ടണം. അങ്ങനെ പറയാമോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. 5 ലക്ഷം പറഞ്ഞ് വാക്കാൽ ഉറപ്പിച്ച് 1 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോൾ അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വിശ്വസിച്ചിട്ടായിരിക്കാം അവർ എഗ്രിമെന്റ് ഒന്നും എഴുതി വാങ്ങിച്ച് കാണത്തില്ല. എം ജി ശ്രീകുമാറിനെ പോലെ വലിയൊരു പാട്ടുകാരൻ ഇത്രയും വലിയ നെറുകേട് കാണിക്കുമെന്ന് അവരാരും വിചാരിച്ചോ? പ്രത്യേകിച്ച് അച്ഛന്മാര് അവർ വിശ്വസിച്ചു, വലിയൊരു കലാകാരനല്ലേ, അപ്പൊ നമുക്ക് എഗ്രിമെന്റിന്റെ ഒന്നും ആവശ്യമില്ല. അവർ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഓക്കെ 4 ലക്ഷം രൂപ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. പക്ഷേ എം ജി ശ്രീകുമാർ അങ്ങനെയല്ല കളി കളിച്ചത്. വന്നപ്പോൾ കൊണ്ട് ഭയങ്കര ആള് ഗാനമേളൊക്കെ കേൾക്കാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇപ്പൊ ബാർഗെയിൻ ചെയ്താൽ ഇപ്പൊ എനിക്ക് പൈസ കിട്ടും, ഞാൻ എത്ര ചോദിച്ചാലും കിട്ടും എന്നുള്ളൊരു ആർത്തി ഉണ്ടല്ലോ, അതിന് ആർത്തി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എം ജി ശ്രീകുമാർ ചോദിച്ചു എന്നാണ് പറയുന്നത്, അത് പറ്റത്തില്ല, എനിക്ക് 5 പോരാ, എനിക്ക് 6 ലക്ഷം കിട്ടിയാലേ ഞാൻ പാടത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ വിഷയമുണ്ടായി എന്നാണ് പറയുന്നത്. ഓർത്തോളം, കാശിനോടുള്ള ആർത്തിയെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. പല കലാകാരന്മാരും ഇങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പ്രോഗ്രാം ആ LMS ബന്ധപ്പെട്ട ഏതൊരു വിശ്വാസിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സഭയ്ക്ക് വേണ്ടി. അപ്പോൾ സംഘാടകർ അയാളെ വിളിച്ചു, ആ സ്പോൺസറെ വിളിച്ചു. അപ്പോൾ സ്പോൺസർ പറഞ്ഞു, ഞാൻ 5 ലക്ഷം നിങ്ങൾ ചോദിച്ചു, ഞാൻ 5 ലക്ഷം തന്നു, ഇനി 10 പൈസ ഞാൻ തരില്ല എന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു. പക്ഷേ ശ്രീകുമാറിന് അത് പോരാ, എനിക്ക് 6 കിട്ടണം. അങ്ങനെ തർക്കമായി. ശ്രീകുമാർ പാടാതെ അഡ്വാൻസ് വാങ്ങിച്ച പൈസ മടക്കി കൊടുക്കാതെ LMS പോയി. എം ജി ശ്രീകുമാർ വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ വന്ന് പാടിയില്ല, വിഷയമായി, എനിക്ക് 6 ലക്ഷം തരാതെ ഞാൻ പാടത്തില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അപ്പൊ ഈ സ്പോൺസറെ വിളിച്ചു, ഒരു സ്പോൺസറാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്, പൈസ കൊടുത്തത്. അപ്പൊ ഈ സ്പോൺസർ പറഞ്ഞു, ഞാൻ 5 ലക്ഷത്തിൽ കൂടുതൽ 1 രൂപ ഞാൻ തരത്തില്ല, ഞാൻ നിങ്ങൾ ചോദിച്ച പൈസ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ തരത്തില്ല. സ്പോൺസർ മാന്യമായി തന്നെ പുള്ളി പറഞ്ഞ പൈസ പുള്ളി കൊടുത്തത്. പക്ഷെ ഇവിടെ എം ജി ശ്രീകുമാർ ആ കാണിച്ചത് മാന്യതയല്ല. അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം മറ്റൊന്നുമല്ല, ആ സമയത്ത് എന്ന് വെച്ചാൽ പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടുമെന്ന് പറയുമല്ലോ, ആ സമയത്ത് തന്നെ ഇത്രയും ക്രൗഡൊക്കെ നിൽക്കുമ്പം ഇവർ പരിപാടി നടത്തിയില്ലെങ്കിൽ ഇവർക്ക് പഴി കേൾക്കും ഉറപ്പായിട്ടും. ഇപ്പൊ പള്ളിയിലൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ആരും അങ്ങനെ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യത്തില്ല. ബാക്കിയുള്ള ക്ലബിന്റെ പരിപാടി വല്ലതാണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നാട്ടുകാർ കയറി ഈ സംഘാടകരെ എല്ലാം കയറി മേഞ്ഞു കളയും. എന്നെ കൊണ്ട് പാടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചത് പോലും തിരിച്ചു കൊടുക്കാതെ പോയി എന്നാണ് പറയുന്നത്. എന്താണ് നോക്കിക്കേ, അത്രയും വലിയ ക്രൗഡിനെ ഉണ്ടാക്കി അത്രയും വലിയ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാൾ പാടാൻ വേണ്ടി വന്നു, അവിടെ വന്നു കഴിഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്യുവാണെന്ന് വെച്ചാൽ ഇതിലും വരെ ദണ്ഡിത്തരം വേറെ ഉണ്ടോ? അത് കാശിന്റെ ആർത്തി തന്നെയാണ് നീ പറയുന്നത്, നമുക്ക് വിശ്വസിക്കേണ്ടി വരും. സംഘാടകനായ അച്ഛൻ, ഒരു പാവച്ഛൻ എന്നെ വിളിച്ചു. അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി എന്നെ സംസാരിച്ചു, ഒരു ഗായകൻ ഇങ്ങനെ ചെയ്യാമോ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, അല്പം എരിവുള്ള, വേണമെങ്കിൽ പൊങ്ങച്ചം പറയണമെന്ന് പറയരുത്, എന്നെ പോലെ ഒരാൾ ആ കമ്മിറ്റിയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാർത്തറിഞ്ഞിടും, പാടിയിട്ട് പോടാ എന്ന് പറയും. കറക്റ്റ് കാര്യം. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശാന്തിവിള ദിനേശിനെ ഈ അച്ഛൻ വിളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത് നടന്ന സംഭവമാണ്, കറക്റ്റ് വിശ്വസിക്കാവുന്ന കാര്യം തന്നെയാണല്ലോ. ശാന്തിവിള ദിനേശിനെ അച്ഛൻ വിളിച്ചു, അതുപോലെ തന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന പരിപാടി എന്ന് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അപ്പൊ ഇത് നടന്ന സംഭവം തന്നെയല്ലേ? അപ്പം എം ജി ശ്രീകുമാർ കാണിച്ചത് നെറുകേടല്ലയോ? അപ്പൊ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ പറയുന്ന അച്ഛന്മാരായതുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ വല്ലയിടത്തും ആയിരുന്നെങ്കിലോ, ഈ വല്ല അമ്പലത്തിലോ വല്ല ക്ലബിന്റെ പരിപാടിയോ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നീ പാടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ 2 കൊടുത്ത് പാടിപ്പിക്കും ആൾക്കാർ. അതിപ്പോ വലിയ കലാകാരനാണെന്നും നോക്കത്തില്ല ആരും. എന്ന് വെച്ചാൽ ഈ പൈസ പറഞ്ഞ് അഡ്വാൻസും കൊടുത്ത് ബാക്കി പൈസ റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ബാർഗെയിൻ ചെയ്യുക. ബാർഗെയിൻ ചെയ്ത് ആ തെണ്ടിത്തരം കാണിച്ചതിന് പാവം പിടിച്ച അച്ഛന്മാരെന്ത് ചെയ്തു? തടഞ്ഞുമില്ല, ഒന്നുമില്ല, അവര് അങ്ങ് വിട്ടു, അവരങ്ങനെ പ്രശ്നത്തിനൊന്നും നിന്നില്ല. പക്ഷേ ഇത് മറ്റൊരിടത്താണെങ്കിൽ നല്ല പൊട്ടീര് കിട്ടും, അത് 100% ഉറപ്പാ. പാടിപ്പിച്ചിട്ടേ ഇവിടത്തുള്ളവര് കയറിയെന്ന് പാടാന്ന് പറയും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നീ 1 ലക്ഷം അഡ്വാൻസ് വാങ്ങിച്ചാ 5 ലക്ഷം തന്നെ പ്രതിഫലം ചോദിച്ചേ, പാടിയിട്ട് പോയാൽ മതി, നീ അല്ലെ അവിടെ ഇരിക്കും, അവിടെ പിടിച്ചിട്ടില്ലേ, ഗേറ്റ് പൂട്ടിയിട്ടില്ലേ. പക്ഷെ പാവം ഈ അച്ഛന്മാരത് ചെയ്തില്ല. അവര് എന്നെ അടക്കം പലരെയും വിളിച്ച് പറഞ്ഞു കാണും, അവരാരും എം ജി ശ്രീകുമാറിനെ പിണക്കണ്ട എന്ന് പറഞ്ഞ് കൊടുക്കാത്തതായിരിക്കാം. പക്ഷെ ഞാൻ പറയും, ശ്രീകുമാറെ കാണിച്ചത് ശുദ്ധ ചെറ്റത്തര.
ഇനി അഡ്വാൻസ് വാങ്ങിച്ച 1 ലക്ഷം മടക്കി കൊടുക്കുക കേട്ടോ. അതാണ് ഒരു കലാകാരന് മാന്യമായി പെരുമാറാനുള്ള രീതി. അല്ല ശാന്തിയുള്ള ദിനേശൻ ഈ പരാതി പറഞ്ഞുകൊണ്ട് ഞാൻ 1 ലക്ഷം തരില്ല എന്ന് പറഞ്ഞാൽ അവരും ചിലപ്പം നിന്റെ പെലോളിക്ക് ഇരിക്കട്ടെ എന്ന് പറയും. അതിന് പോകരുത് ശിവകുമാറെ. നിങ്ങളൊരു ഗായകൻ എന്നല്ലേ പറയണേ. അങ്ങനത്തെ ചെറ്റത്തരങ്ങൾ കാണിക്കരുത്. വളരെ മോശമായിപ്പോയി. നിങ്ങൾ നേരെ മറിച്ച് ഈ പള്ളിയിൽ ചെയ്തത് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ചെയ്യോ? ഇടിച്ച് പഞ്ചറാക്കില്ല. നിങ്ങൾ സൂപ്പാക്കും. നിങ്ങളെ ഒരു അമ്പലത്തിൽ ഇപ്പോൾ വെള്ളാനി ഉത്സവം തുടങ്ങാനല്ലോ. നിങ്ങൾ വെള്ളാനി അമ്പലത്തിൽ ഒന്ന് ഇതുപോലെ പാടാൻ വന്നിട്ട് 10,000 ആൾ കൂടി കിടക്കുമ്പോൾ ഇതുപോലെ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ എനിക്ക് കൂടുതൽ വേണമെന്നൊന്നും തന്നില്ലെങ്കിൽ എന്നാൽ ഞാൻ പോകണം. നിങ്ങൾ കാറോടെ കാണില്ല, ആക്രിക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. അടിച്ച് പൊളിക്കില്ലേ? ആളുള്ളപ്പോൾ ഉള്ളിടത്താണ് ശിവകുമാരൻ നിങ്ങളൊക്കെ ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത്. വളരെ മോശമായിപ്പോയി. അത് പറയുന്നത് അഡ്വാൻസ് വാങ്ങിച്ച 1 ലക്ഷം എങ്കിലും തിരിച്ചു കൊടുക്ക്. നീ തിന്നുന്ന ആ ദഹിക്കത്തില്ല, അത് ദഹിക്കത്തില്ല എന്നാണ് ചുരുക്കത്തിൽ ഇവിടെ പറയുന്നത്. സത്യമല്ലയോ? നമ്മൾ ഒരിടത്ത് പോയി ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ അച്ഛന്മാർക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ചാൽ അവർ എഗ്രിമെന്റ് എഴുതിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. എപ്പം എവിടെ പരിപാടി ആര് സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞാലും ആര് പാടാനേറ്റെന്ന് പറഞ്ഞാലും പരിപാടി അവതരിപ്പിക്കാൻ വരാന്ന് പറഞ്ഞാലും അഡ്വാൻസ് കൊടുക്കുമ്പോൾ എഗ്രിമെന്റ് എഴുതിപ്പിച്ചിരിക്കണം. എഗ്രിമെന്റ് എഴുതിയിട്ടാണ് ഈ തൊട്ടിത്തരം കാണിക്കുന്നതെങ്കിൽ കോടതിയിൽ പോയിട്ടാണെങ്കിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഈ 1 പകരം 4 ലക്ഷം രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കാം. ശരിയല്ലേ? അച്ഛന്മാർ അതൊന്നും വിചാരിച്ചില്ല. അവര് വിശ്വസിച്ചു എം ജി ശ്രീകുമാറിന്റെ അല്ലേ, പുള്ളി ഇങ്ങനെ തെറ്റിത്തരം ഒന്നും കാണിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരെന്ത് ചെയ്തു, ഒന്നും എഗ്രിമെന്റ് ഒന്നും എഴുതിച്ചില്ല. അവസാനം എന്തായി? അവർക്കിട്ട് തന്നെ പണി കൊടുത്തിട്ട് എം ജി ശ്രീകുമാർ 1 ലക്ഷമായിട്ട് പോയി. ഇതുവരെ അത് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്രിസ്തുമസിന് നടന്ന സംഭവമാണ് ഇത്. ഇതുവരെ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മറ്റുള്ള വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ വണ്ടിയും കാണത്തില്ല, എം ജി ശ്രീകുമാറും കാണത്തില്ല. പാടാതെ പോയിക്കഴിഞ്ഞാല് പിന്നെ അവിടുന്ന് പിറക്കിക്ക് എടുത്തോണ്ട് പോകാനേ പറ്റത്തുള്ളൂ. നല്ല കയ്യൊക്കെയുള്ളടത്ത് പോയിരുന്നെങ്കിൽ. ഈ പാവം പിടിച്ച അച്ഛന്മാരത്തായതുകൊണ്ട് ഇത് അഭ്യാസമൊക്കെ നടന്നു. പറഞ്ഞ് ഇതൊന്നും ദഹിക്കത്തില്ല, ഈ ദഹിക്കാതിരിക്കുന്നത് കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് ജീവിതത്തിന്റെ ഒക്കെ മുക്കാഭാഗമൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും ആ ഒരു തൊട്ടിത്തരമൊക്കെ മാറ്റിയിട്ട് ആ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുക എന്നാണ് ഇവിടെ ശാന്തിവിള ദിനേശ് പറയുന്നത്. ശാന്തിവിള ദിനേശ് ഈ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഒരു അലിഗേഷനാണ്. ഈ അലിഗേഷൻസ് വെളിയിൽ വരുമ്പോൾ ഇനി എം ജി ശ്രീകുമാറിന് എന്ത് മറുപടി പറയുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ശാന്തിവിള ദിനേശിനെ നേരിട്ട് ആ അച്ഛന്മാർ വിളിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായി, ഞങ്ങളുടെ പൈസ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് വാങ്ങിച്ചു തരണമെന്ന് ശാന്തിവിള ദിനേശിനോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ആരും എം ജി ശ്രീകുമാരോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. പിണക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. വലിയൊരു പാട്ടുകാരനൊക്കെ ആണല്ലോ, പിണക്കാൻ ഇനി നമ്മുടെ അടുത്ത സിനിമയിൽ പാടത്തില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ആരോ ദേഷ്യം വേണ്ട എന്ന് വിചാരിച്ചിട്ട് പലരും മിണ്ടാതിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ശാന്തിവിള ദിനേശ് വിളിച്ച് സംസാരിച്ച് കാണും. എം ജി ശ്രീകുമാർ ചിലപ്പോൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു കാണും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ. എം ജി ശ്രീകുമാർ കാണിച്ചത് തെണ്ടിത്തരവും തൊട്ടിത്തരവും ഒക്കെയാണ്. കാശിന്റെ ആർത്തി മൂത്തിട്ടാണോ എന്തുമായി കാണിക്കുന്നത്? ആ പാവം പിടിച്ച അച്ഛന്മാരോട് പോയി അവരൊരു ക്രിസ്തുമസിന് ഒരു പരിപാടി നടത്തുന്നു. അവരുടെ ഒരു ഫണ്ട് പിരിവിന് വേണ്ടിയാണ് നടത്തുന്നത്. അവര് ടിക്കറ്റ് ഒക്കെ വെച്ച് നടത്തിയ ഒരു പരിപാടിയാണ്. 10,000 ആൾക്കാർ വന്ന് കൂടിയ പരിപാടിയിൽ അവിടെ പോയി ബാർഗെയിൻ ചെയ്തിട്ട് അവിടെ പരിപാടി നടത്താതെ 1 ലക്ഷം രൂപയുമായിട്ട് അവിടുന്ന് മുങ്ങിയെന്ന് തന്നെ പറയാം. 1 ലക്ഷം രൂപയുമായിട്ട് മുങ്ങിയെന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ പൈസ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അത് തിരിച്ചു കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എം ജി ശ്രീകുമാർ തിരിച്ചു കൊടുക്കണം എന്നാണ് എന്റെ ഭാഗം. എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.